INTUC ഉൾപ്പെടെ 10 ദേശീയ ട്രേഡ് യൂണിയനുകളാണ് ഈ പണിമുടക്കാൻ ആഹ്വാനം ചെയ്തത്. മറ്റുള്ളവർ പിന്തുണയ്ക്കുകയാണ്, കൃഷിക്കാരും വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ. കേരളത്തിൽ കഴിഞ്ഞ ദേശീയ പണിമുടക്ക് വന്നപ്പോൾ CIT ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ചേർന്ന് യോജിച്ച പ്രവർത്തനത്തിലേക്ക് INTUC പോകേണ്ടതില്ല എന്ന് ഇവിടുത്തെ കോൺഗ്രസ് തീരുമാനിച്ചു. തുടർന്ന് UDF INTUC-നെയും STU-വിനെയും ഈ സംയുക്ത വേദിയിൽ നിന്ന് മാറ്റി. അവർ മനസ്സുകൊണ്ട് അനുകൂലിച്ചതല്ല, അവർക്ക് വലിയ പ്രയാസമുണ്ട്. കാരണം ഈ തൊഴിലാളികളുടെ ഐക്യം ദുർബലമാക്കുന്ന ഒരു നടപടിയാണിതെന്ന് അവർക്കറിയാം. പക്ഷേ അവരെല്ലാം കോൺഗ്രസ് ലീഡർഷിപ്പുമായി ബന്ധമുള്ളവരായതുകൊണ്ട്, സംഘടനാ ബന്ധമുള്ളതുകൊണ്ട് കോൺഗ്രസിന്റെ ആ തീരുമാനം ലംഘിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നതാണ് സ്ഥിതി. സംയുക്തമായി പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിന്നാൽ ആ സംഘടന ദുർബലമാവും. കാരണം അവർക്ക് ഒറ്റക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് അങ്ങനെ അത്രമാത്രമുള്ളൊരു സംഘടനാ ശേഷിയൊന്നും ഇവർക്ക് എല്ലാവർക്കും ഇല്ല. അപ്പോൾ ഒരുമിച്ച് വന്നാൽ ഒരുമിച്ച് കൺവെൻഷൻ, ഒരുമിച്ച് പ്രകടനം, ഒരുമിച്ച് സമരം, അതുവഴി അവർക്കും എല്ലാവർക്കും അത് ഗുണകരമാകുമായിരുന്നു. യഥാർത്ഥത്തിൽ INTUC-യെ ദുർബലമാക്കുന്ന ഒരു നടപടിയാണ് കോൺഗ്രസിൻ്റേത്. ഈ സമരത്തെ പിന്തുണയ്ക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒപ്പിട്ട കത്ത് എല്ലാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾക്കും അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് കിട്ടി. ആ സാഹചര്യത്തിലാണ് ഇത് ചെയ്തത്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. UDF ഇന്ന് അവരുടെ പ്രചരണ പരിപാടി ഒഴിവാക്കേണ്ടതായിരുന്നു. LDF ഒഴിവാക്കി. LDF നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടിയും ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ദേശീയ പണിമുടക്കാണെന്ന് പ്രഖ്യാപനം വന്നപ്പോൾ LDF കൂടിയാലോചിച്ച് ഇന്ന് LDF-ന്റെ ജാഥ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ആ ദിവസം മറ്റൊരു ദിവസത്തേക്ക് വെച്ചു. പക്ഷെ UDF ചെയ്തില്ല. തൊഴിലാളി പ്രശ്നങ്ങളോട് UDF-ന് ഒരു പ്രതിബദ്ധതയുമില്ല എന്നാണ് അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. RSS BJP നേതൃത്വം അമേരിക്കൻ സാമ്രാജ്യത്വവുമായി ചേർന്ന് ഇന്ത്യൻ തൊഴിലാളികളുടെയും കർഷകരുടെയും മൗലിക അവകാശങ്ങൾ തകർക്കുന്ന ഈ നിർണായകമായ ഘട്ടത്തിൽ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. ദേശസ്നേഹമുള്ളവർ അതിൽ നിന്ന് മാറി അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ് എന്ന ഒരു സ്ഥിതി വരുത്തിയത് UDF ചെയ്തത് അങ്ങേയറ്റം വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണ്.